നമസ്കാരം. എന്നോടൊപ്പം ഈ സംഭാഷണം, ഇതിനൊരു സംഭാഷണം എന്നാണ് ഞാൻ വിളിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ആനന്ദ് കുമാർ. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞതിന് ശേഷം ശ്രീചിത്രയിൽ നിന്ന് ന്യൂറോളജി പരിശീലനം തേടി അതിനുശേഷം അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ കൂടിയാണ്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരൻ കൂടിയാണ്. ഇപ്പോഴത്തെ ഭാഷാഭൂഷണിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഞരമ്പ് നാഡീവ്യൂഹത്തിനെ സംബന്ധിച്ചുള്ള ഒരു നല്ലൊരു ആർട്ടിക്കിൾ ഇപ്പോഴുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹം ഒരു സംഗീതജ്ഞൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് പലതും യൂട്യൂബിൽ കാണാൻ കഴിയും. തുടങ്ങാമല്ലോ. ഹലോ, ഈശ്വര ശ്രീചിത്ര മെഡിക്കൽ സെൻറ്ററിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസറാണ്. ഏകദേശം 5000 കൂടുതൽ ന്യൂറോ സർജറീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈശ്വർ. ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ഡോക്ടർ എന്നാണ് ഈശ്വറിനെ അറിയപ്പെടുന്നത്. അതുകൂടാതെ ഈശ്വറിന് ഈ ന്യൂറോ സർജറി കൂടാതെ വേറെ പാർശ്വവർത്തികളായ പല വിഷയത്തിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ടൊരു കംപ്ലീറ്റ് ന്യൂറോ സർജൻ എന്ന് വേണമെങ്കിൽ പറയാം. താങ്ക് യു സർ. ആദ്യമായി നമുക്ക് ന്യൂറോ സർജറി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സയൻസസിൻ്റെ ചരിത്രത്തിലേക്ക് പോവാണ്. ഇത് തുടങ്ങുന്നത് വിൽഡർ ഫെൻഫീൽഡ് എന്ന ന്യൂറോ സർജൻ, കാനഡയിൽ ഒരു ന്യൂറോ സർജനാണ്. അദ്ദേഹം ചെയ്ത ഒരു പരീക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ പരീക്ഷണം എന്തായിരുന്നു വെച്ചാൽ, നമുക്ക് തലച്ചോറിൽ വ്യക്തമായ പ്രദേശങ്ങളുണ്ട്, ഓരോ ശരീരത്തിൻ്റെ ചലനത്തെയും മറ്റു കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഇത് പലർക്കും അറിയപ്പെടുന്ന ഒരു വസ്തുതയല്ലായിരുന്നു. അപ്പോൾ പെൻഫീൽഡ് ചെയ്ത പരീക്ഷണം എന്തെന്നാൽ, അദ്ദേഹം തലയോട്ടി തുറന്ന് തലച്ചോറിനുള്ളിൽ, അതായത് ശസ്ത്രക്രിയ നടക്കുന്ന വേളയിൽ തലച്ചോറിന് ചെറിയ ചെറിയ കറണ്ട് കൊടുക്കും. അപ്പോൾ കറണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, തലച്ചോറിനുള്ളിലുള്ള എല്ലാ പ്രവർത്തനവും വൈദ്യുതി തരംഗങ്ങൾ, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ടാണ് നടക്കുന്നത്. അതായത് ഒരു ന്യൂറോൺ മറ്റൊരു ന്യൂറോണോട് സംസാരിക്കുന്നത് ഒരു ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വെച്ചാണ്. അപ്പോൾ ഈ ഒരു കറണ്ട് കൊടുത്തപ്പോൾ നമ്മുടെ കൈയുടെ മേഖലയിലാണ് കറണ്ട് കൊടുക്കുകയാണെങ്കിൽ കൈ ചലിപ്പിക്കുന്നു, വായുടെ മേഖലയിലാണെങ്കിൽ വായ് ചലിക്കുന്നു, കണ്ണ് മിടിക്കുന്നതാണെങ്കിൽ കൺമിടിക്കുന്നു. ഇത് ചരിത്രപരമായ ഒരു വലിയൊരു സംഭവമായിരുന്നു. എന്തെന്നാൽ തലച്ചോറിൽ ഏത് പ്രദേശത്താണ് ഏത് ഫങ്ഷൻ, ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. വിൽഡർ പെൻഫീൽഡിന് നോബൽ സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം കണ്ടുപിടിച്ചത് വഴി നമുക്ക് ന്യൂറോളജിക്കൽ സയൻസസിൽ വലിയൊരു കാൽവെപ്പ് കൂടിയായിരുന്നു. പക്ഷേ നമ്മുടെ കൈയുടെയും കാലിൻ്റെയും സംസാരത്തിൻ്റെയും ഒക്കെ ഏരിയ കണ്ടുപിടിച്ചെങ്കിലും മനസ്സ് എന്നുള്ളത് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. സർ, മനസ്സ് എവിടെയാണുള്ളത്? മനസ്സ് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ചൊരു പുറകിലോട്ട് പോകാം. അതായത് ആദ്യകാലങ്ങളിൽ ഇപ്പോൾ ഈശ്വർ പറഞ്ഞ പോലെ ബ്രെയിനിൻ്റെ പല ഭാഗങ്ങളും പല പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരുന്നു. ഉദാഹരണത്തിന് അസൂയയ്ക്കൊരു ഭാഗം, പകയ്ക്കൊരു ഭാഗം, സ്നേഹത്തിനൊരു ഭാഗം, അങ്ങനെ അതിന് ഒരു ചെറിയ കാര്യങ്ങൾക്കും ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാറ്റി വെച്ചിരുന്നു. ആ സമയത്തിന് പറയുന്നത് ഈറ ഓഫ് ദി ലോക്കലൈസേഷനിസ്റ്റ് എന്നാണ്. എല്ലാം വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നായിരുന്നു അന്നത്തെ ആൾക്കാരുടെ വിചാരം. പിന്നെ വന്ന ആളുകൾ വിചാരിച്ചു അങ്ങനെയല്ല, ഓരോ പ്രവർത്തനവും ഈ ഈ ബ്രെയിൻ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, ഒരു ഡൈനാമിക് ആക്ഷൻ, ഹോൾ ബ്രെയിൻ ഈസ് വർക്കിംഗ് എന്നുള്ളതായിരുന്നു വേറൊരു തിയറി. അതിന് പറയുന്നത് ഈറ ഓഫ് ദി നോൺ ലോക്കലൈസേഷനിസ്റ്റ് എന്നാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം നാഡീ ശൃംഖലകളിൽ, ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ബേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു നാഡീ ശൃംഖല എന്ന് പറഞ്ഞാൽ കുറേ കോശങ്ങളുണ്ട്, അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഞരമ്പുകളുണ്ട്. അങ്ങനെ ഒരു ന്യൂറൽ നെറ്റ്വർക്കായിരിക്കും ചിലപ്പോൾ ഒരു ഓർമ്മ ശകലത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു നാഡീ ശൃംഖലയ്ക്ക് ഒരു ഗവർണറുണ്ട്, അല്ലെങ്കിൽ ഒരു മെയിൻ ഓസിലേറ്ററുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ രണ്ടാമത് പറയാൻ പോകുന്നത്, മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുത്തുന്നത് ചിന്തകൾ, അല്ലെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രതികരിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ആഹാരം കഴിക്കുന്നു, കഴിച്ചു കഴിഞ്ഞിട്ട് ആഹാരം നമ്മുടെ ആമാശയത്തിലും കുടലിലും എത്തിക്കഴിയുമ്പോഴത്തേക്കും അത് എത്ര വേഗത്തിലാണ് മുന്നോട്ട് നീങ്ങേണ്ടത്, എന്തൊക്കെ രാസവസ്തുക്കളാണ് ഉൽപ്പാദിക്കപ്പെടേണ്ടത് അതിനെ ദഹനത്തിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബ്രെയിൻ വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയമില്ല. അതുകൊണ്ട് അത് ആ ഒരു ഇൻറ്റസ്റ്റൈനിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതിനാണ് നമ്മൾ പറയുന്നത് ഗട്ട് ബ്രെയിൻ. അതുപോലെ തന്നെ ഹാർട്ടിനൊരു ബ്രെയിനുണ്ട്, ഹാർട്ട് ബ്രെയിൻ. അതുപോലെ ലങ്ങിനൊരു ബ്രെയിനുണ്ട്, ലങ് ബ്രെയിൻ.
വേറൊരു കാര്യം എടുക്കാം. നമ്മൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഒരു ചുമപ്പ് വരും, കുറച്ച് നീര് വരും. അപ്പോൾ അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതും ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. ആ തീരുമാനം എടുക്കുന്നത് അവിടുത്തെ തന്നെ ഞരമ്പുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, മനസ്സെന്ന് പറയുന്നത് ഈ നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഈ നാഡീ ശൃംഖലകളിൽ അധിഷ്ഠിതമാണ് എന്നത് മാത്രമല്ല, ഇതെല്ലാം ചെന്നെത്തി നിൽക്കുന്ന കോശങ്ങൾക്ക് ഒരു സെല്ലുലാർ ഇൻ്റലിജൻസ് ഉണ്ട്. ഒരു സെല്ലിനറിയാം അതെങ്ങനെയാണ് ഒരു ഹെപ്പറ്റോസൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്രെയിൻ സെല്ലായിട്ട് മാറേണ്ടത്, അതിനെന്തൊക്കെ പ്രവർത്തനങ്ങളാണ് വേണ്ടത്, അതെത്ര വളർന്നിട്ട് ഉദാഹരണത്തിന് ഒരു ലിവറിൻ്റെ ഷേപ്പിൽ വരണം ഒക്കെ അതിനറിയാം. അത്രയധികം നോളജ് അതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സ് എവിടെയാണെന്നുള്ളതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, മനസ്സ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നാഡീ ശൃംഖലകൾ അധിഷ്ഠിതമാണ്. അതിൻ്റെ ഗവർണറാണ് ബ്രെയിൻ. ഓക്കെ സാർ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം. ഈ ഈശ്വർ ഒരുപാട് ന്യൂറോ സർജറികൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് അനുഭവങ്ങളും ഉള്ള ഒരാളാണ് ഈശ്വർ. അപ്പോൾ എനിക്ക് ഈശ്വറിൽ നിന്ന് അറിയേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അതിജീവനത്തിന് സർവൈവലിന് വേണ്ടിയിട്ട് ബ്രെയിനിൽ ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ആഹാരം കഴിക്കുക, മലമൂത്ര വിസർജനം ചെയ്യുക, എന്നുണ്ടെങ്കിൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക, ഇതൊക്കെ ബേസിക് ഇൻസ്റ്റിങ്സ് ആണ്, സർവൈവൽ ഇൻസ്റ്റിങ്സ് ആണ്. പക്ഷേ ഇതുമായിട്ട് ഒരാളെ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗമുണ്ട് ബ്രെയിനിൽ. അപ്പോൾ എനിക്കറിയേണ്ടത് ഈശ്വര സർജറി ചെയ്ത ആൾക്കാരിൽ ഇങ്ങനെ അവരുടെ വ്യക്തിത്വത്തിന് വന്ന മാറ്റങ്ങൾ, അതുകൂടാതെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഈ നിയന്ത്രണത്തിനെക്കുറിച്ചും അത് പോകുന്നതിനെക്കുറിച്ചും എന്താണ് പറയാനുള്ളത്? ഞാൻ വീണ്ടും നമ്മുടെ മനുഷ്യൻ്റെ കുഞ്ഞുനാളിലുള്ള ജീവിതത്തിലേക്ക് പോകാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് എപ്പോഴാണ് മലമൂത്ര വിസർജനം നടത്തുന്നതെന്ന് അറിയില്ല. നമ്മളൊരു 3-4 വയസ്സ് വരെയും എപ്പോഴൊക്കെയാണോ നമ്മുടെ മൂത്രസഞ്ചി നിറയുന്നത് അപ്പോൾ തന്നെ മൂത്രമൊഴിക്കുവാനുള്ള ഒരു ബ്ലാഡർ സെൻസ് വരുന്നു, അത് ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വാട്ട് ഈസ് കോൾഡ് എ സോഷ്യൽ കണ്ടീഷനിങ്. നമ്മുടെ മൂത്രസഞ്ചിയിൽ യൂറിൻ നിറയാണ്, 100 ml ആയി, 200 ml ആയി. 200 ml ആകുമ്പോൾ നമുക്കൊരു പ്രതീതി മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു. ഒരു 400 ml ആകുമ്പോഴേക്കും നമുക്ക് ഒരു പിടിച്ചു നിർത്താൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരവസ്ഥയിലെത്തും. പക്ഷേ ഈ അവസ്ഥയിൽ നമ്മളൊരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ഒരു പൊതുസ്ഥലത്ത്. കാരണം വെച്ചാൽ സോഷ്യൽ കണ്ടീഷനിങ്. മാൻ ഇസ് ഇവോൾഡ് സ്പീഷീസ്. ഒരു സിംഹമോ ഒരു കുരങ്ങനോ ചെയ്യുന്ന പോലെ നമുക്കത് ചെയ്യാൻ പറ്റില്ല, തോന്നുന്ന സമയത്ത് തോന്നുന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴെന്താ സംഭവിക്കുക? നമ്മുടെ ഫ്രോണ്ടൽ ലോബ് ആ ഫംഗ്ഷനെ ഏറ്റെടുക്കും. നമ്മുടെ ഫ്രോണ്ടൽ ലോബ് പറയുന്നത് കൊണ്ട് ആ സ്ഥലത്ത് ചെന്നതിന് ശേഷമേ അത് ചെയ്യാവൂ, പ്രൈവസിയോടുകൂടി അത് നിർവഹിക്കണം. ഈ കൺട്രോളിനെയാണ് പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു ശസ്ത്രക്രിയ ഞാനൊരു രോഗിക്ക് ചെയ്യുമ്പോഴേക്കും അതിൽ കുറേ മാറ്റങ്ങൾ വരുന്നു. ആദ്യത്തെ ഉദാഹരണം എൻ്റെ അമ്മയിൽ നിന്ന് തുടങ്ങാം. എൻ്റെ അമ്മയ്ക്ക് മറവി രോഗം പിടിപെട്ടു. ഒരു 6-7 വർഷമായിട്ട് അമ്മയുടെ ഫ്രോണ്ടൽ ലോബ് ചുരുങ്ങിപ്പോയി. അപ്പോൾ വളരെയധികം തീരുമാനമെടുത്ത് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, ആ ഫ്രോണ്ടൽ ലോബിൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞു വന്ന് എവിടെയാണ് മലമൂത്ര വിസർജനം നടത്തേണ്ടതെന്ന് അറിയാതെ ഒരു ഡയപ്പർ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി, ഞാൻ അവരെ ഡയപ്പർ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി എന്നാണ് വിളിക്കുന്നത്. നമ്മളിൽ പലർക്കും കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ആയുർദൈർഘ്യം കൂടുന്നതനുസരിച്ച് ഇങ്ങനെ ഈ ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ വരികയാണ്. അതുകൊണ്ട് ഒരു ഓപ്പറേഷനിൽ നിന്നാണ് ഞാൻ ഈ തലച്ചോറിൻ്റെ മുൻവശത്തുള്ള ഒരു ട്യൂമർ, ഒരു 60-65 വയസ്സായ ഒരു വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന് ഞാൻ നീക്കം ചെയ്തു. അത് നീക്കം ചെയ്യുന്നതിന് മുമ്പ് പുള്ളിക്ക് ഓർമ്മയേ ഇല്ല എന്താണ് നടക്കുന്നതെന്ന്. ഓർമ്മശക്തി നഷ്ടപ്പെട്ടാണ് പുള്ളി വന്നത്. നീക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ആ ഫ്രോണ്ടൽ ലോബിൻ്റെ ഇൻഹിബിഷൻ, അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാം ചെയ്യാൻ പാടില്ല. നമുക്കൊരു സ്ത്രീയോട് ആസക്തി തോന്നുകയാണെങ്കിൽ ആ സ്ത്രീയോട് പോയി എന്തെങ്കിലും ചെയ്യാൻ നമ്മുടെ സമൂഹം അനുവദിക്കുകയില്ല. അത് നടഞ്ഞു നിർത്തുന്നത്, ഒരു പരിധിവരെ നമ്മുടെ പുറത്തൊരു നിയന്ത്രണം നടത്തുന്നത് ഈ ഫ്രോണ്ടൽ ലോബാണ്. അപ്പോൾ ഈ ഫ്രോണ്ടൽ ലോബ് ഈ വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു. കാരണം ശസ്ത്രക്രിയയിലൂടെ കുറേ മാറ്റം വരുന്നു, ട്യൂമർ കുറേ ഡാമേജ് വരുന്നു, കുറച്ച് രക്തസ്രാവം ഉണ്ടാകുന്നു ശസ്ത്രക്രിയ സമയത്ത്. ഇതെല്ലാം ഫ്രോണ്ടൽ ലോബിൻ്റെ ഘടനയിൽ ഒരു മാറ്റം വരുത്തുന്നു. ആ ഘടനയിലെ മാറ്റം കാരണം ആ ഫ്രോണ്ടൽ ലോബിൻ്റെ ഫംഗ്ഷൻ അയാൾക്ക് നഷ്ടപ്പെടുകയാണ്. 65 വയസ്സ് കഴിഞ്ഞ് ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഓർമ്മ തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടെ വീട്ടിൽ പോയ വ്യക്തി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചു വരികയാണ്. ഭാര്യയും മകനും എല്ലാം പരാതി. കാരണം ഏത് സ്ത്രീയെ കണ്ടാലും ക്യാൻ ഐ ഹാവ് സെക്സ് വിത്ത് യു എന്നുള്ള ചോദ്യമായിട്ട് പുള്ളി പോവുകയാണ്.
ഈ ഒരു വ്യക്തിയെ കൊണ്ട് എങ്ങനെയാണ് കുടുംബക്കാർ ജീവിക്കുന്നത്? എത്ര പേർക്കറിയാം ഇയാൾക്കൊരു ന്യൂറോ സർജിക്കൽ പ്രൊസീജിയർ നടന്നതാണ്, ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്? ഇതുമൂലം അവരുടെ എന്താണ് പറയുന്നത്, അവരുടെ സ്ഥലം മാറ്റി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നു, ആൾക്കാരുമായിട്ട് ഇയാളെ കൂട്ടിമുട്ടിക്കാത്ത രീതിയിൽ. അപ്പോൾ നമ്മുടെ ഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ പല ഫങ്ഷൻസ്, എക്സിക്യൂട്ടിംഗ് ഫങ്ഷൻസ്, നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന്, നമ്മുടെ വ്യക്തിത്വം, ഇതെല്ലാം ഫ്രോണ്ടൽ ലോബിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രോണ്ടൽ ലോബ് നഷ്ടപ്പെടുമ്പോഴാണ് പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ആരോഗ്യം നിലനിർത്തേണ്ടതെന്നുള്ളൊരു ചോദ്യം ഞാൻ സാറിനോട് പിന്നീട് ചോദിക്കാം. അതിനു മുമ്പ് ഞാൻ ഇവിടെയുള്ള എല്ലാവരും എന്നോട് പലരും ചോദിച്ചത്, എല്ലാ അമ്മമാർക്കും സ്വന്തം കുട്ടികൾ ഒരു ജീനിയസ് ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് സാർ ഒരു ജീനിയസ് ഉണ്ടാവുന്നത്, ഒരു ജീനിയസ് അല്ലെങ്കിൽ ഒരു പ്രതിഭ ഉണ്ടാകുന്നത്? കാരണം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രവൃത്തിയാണ് നമ്മുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഒരു ക്രിയേഷൻ ഓഫ് എ ജീനിയസ്. ഹൗ ഡസ് ദറ്റ് ഹാപ്പൻ? ഒന്ന്, ഞാൻ ജീനിയസുകളെ കുറിച്ച് പറയാം. അതിനു മുമ്പ് ഞാൻ പ്രോഡിജികളെ കുറിച്ച് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് മാസ്റ്റർ യു ശ്രീനിവാസ്, മൊസാട്ട്, അങ്ങനെ പലരുമുണ്ട് പ്രോഡിജീസും. അപ്പോൾ അവർക്കെല്ലാം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ജന്മവാസനയുണ്ട് അവർക്ക്. ഇപ്പോൾ മാസ്റ്റർ യു ശ്രീനിവാസനാണെന്നുണ്ടെങ്കിൽ ഒരു ജന്മവാസനയുണ്ട് സംഗീതത്തിനോട്. 3 കാര്യങ്ങളാണ് പ്രോഡിജീസിനുള്ളത്. ഒന്ന്, ദേ വിൽ ബി ഇമോഷണലി ഡ്രോൺ ടു ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓർ ദാറ്റ് ഫാക്കൽറ്റി. ഒരു വൈകാരികമായിട്ട് അതിനോട് അവർക്കൊരു അടുപ്പം തോന്നും. രണ്ടാമതായിട്ട്, ഒരു സാധാരണക്കാരൻ മാൻഡലിൻ വായിച്ച് പഠിക്കാൻ ഒരു 10 വർഷം എടുക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്കത് 6 മാസം കൊണ്ട് സാധിക്കും. അത്രത്തോളം കഠിനപ്രായത്തിനുള്ള ഒരു പാഷനുണ്ട്. മൂന്നാമതായിട്ട്, അവർക്ക് ആ ഒരു മേഖലയിൽ മാത്രമേ ഈ ഒരു പ്രാഗൽഭ്യം കാണുകയുള്ളൂ, ബാക്കി ഒന്നിലും കാണില്ല. ഇനി ഈശ്വർ ചോദിച്ചത് ഒരു കുട്ടിയെ എങ്ങനെയാണ് ജീനിയസ് ആക്കാൻ കഴിയുക എന്നുള്ളത്. നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്നത് ജന്മനാ തന്നെ ഒരു ജീനിയസ് ആകാനുള്ള ഒരു അറിവ് അദ്ദേഹത്തിൻ്റെ DNA ഉണ്ടായിരിക്കണമെന്നായിരുന്നു. ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് അങ്ങനെയല്ല, കഠിനാധ്വാനം കൊണ്ടും നമുക്കൊരു ജീനിയസ് ആകാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ യേശുദാസിനെ എടുക്കാം. അപ്പോൾ യേശുദാസിന് ജന്മനാഥന് ദൈവം കൊടുത്ത ഒരു വരമുണ്ട്, സംഗീതം. പക്ഷേ അത് അദ്ദേഹം കഠിനാധ്വാനം കൊണ്ടും അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിലെ ജീവിതശൈലിയിലുള്ള അച്ചടക്കം, ചിട്ട, അതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഒരു വജ്രം പോലെ തിളക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സർഗശക്തി ഉണരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വളരെയധികം പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്തതിന് ശേഷം അത് വെറുതെ വിടുക, ബ്രെയിനിനെ അലസമായിട്ട് വിടുക. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നമുക്ക് ചിലപ്പോൾ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലായിരിക്കും പെട്ടെന്നൊരു ഉൾക്കാഴ്ച വരുന്നു. അതിൽ പിടിച്ച് നമ്മൾ വീണ്ടും അതിൽ കൂടുതൽ പ്രയത്നിച്ച് അതിനെ മുമ്പോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണ് ഒരു ജീനിയസ് ഉണ്ടാകുന്നത്. പിന്നെ അതുകൂടാതെ ആവിർഭാവം, മാനിഫെസ്റ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ആളാകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ CEO ആകാനാണ് നമുക്ക് ആഗ്രഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിൽ പിടിച്ചു നിൽക്കണം, അതിൽ നിന്ന് താഴോട്ട് പോകാൻ പാടില്ല, ഷുഡ് നോട്ട് കോംപ്രമൈസ്. അതൊന്ന്. രണ്ടാമതായിട്ട്, നമ്മൾ ഒരു CEO ആയിട്ട് മനസ്സിൽ ജീവിക്കണം. മൂന്നാമതായിട്ട്, നമ്മൾ വൈകാരികമായിട്ടും ആ ഒരു പൊസിഷനോട് അടുപ്പം കാണിക്കണം, ഉൾക്കൊള്ളണം. നാലാമതായിട്ട്, അതിൽ അടിയുറച്ച് വിശ്വസിക്കണം. അഞ്ചാമതായിട്ട്, പിന്നെയും അതിനെ വെറുതെ പ്രപഞ്ചത്തിലോട്ട് വിടുക. പ്രപഞ്ചം അത് സാധിച്ചു തരുന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഭാവനയുടെ അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെ തരംഗദൈർഘ്യം നമ്മൾ ഉണ്ടായി കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൻ്റെ തരംഗദൈർഘ്യവുമായിട്ട് ഒത്തുവന്നാൽ അത് ഉണ്ടായി തന്നെ തീരുകയുള്ളൂ, വേറൊരു പോംവഴിയില്ല. അദ്ദേഹം പറയുന്നത് ദിസ് ഈസ് നോട്ട് ഫിലോസഫി ബട്ട് ദിസ് ഈസ് സയൻസ്, ദിസ് ഈസ് ഫിസിക്സ് എന്നുള്ളതാണ്. അപ്പം വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഒരു കുട്ടിയിലെ ജന്മവാസന എന്താണെന്നുള്ളത് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ യൂണിവേഴ്സിലും അല്ലെങ്കിൽ ഈ എർത്തിൽ ദർ ഇസ് നോ ചൈൽഡ് വിതൗട്ട് എ ടാലൻറ്റ്. അത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതല്ലാതെ നമ്മൾ
അണ്ണാനെ നീന്താൻ പഠിപ്പിക്കുകയും മീനിനെ പിടിച്ച് മരം കയറാൻ പഠിപ്പിക്കുകയും ചെയ്താൽ ഒരിക്കലും ഒരു ജീനിയസ് ഉണ്ടാവുകയില്ല. താങ്ക് യു സർ. പ്രതിഭകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഓർമ്മ വരുന്നത് ശ്രീനിവാസ രാമാനുജനാണ്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് കണക്കൊരു എൻ്റെ അമ്മയ്ക്കൊരു ഒബ്സഷനായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കണക്കിൽ നല്ല പ്രാവീണ്യം നേടണം എന്നായിരുന്നു. അപ്പോൾ ഈയിടയ്ക്ക് ഞാൻ ശ്രീനിവാസ രാമാനുജനെ കുറിച്ചുള്ള ഒരു പുസ്തകം, റോബർട്ട് കെനിഗൽ എന്ന് പറഞ്ഞ ഒരു സയൻസ് റൈറ്റർ എഴുതിയത്, ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വെച്ചാൽ ശ്രീനിവാസ രാമാനുജൻ ഒരു ജീനിയസ് ആയിരുന്നു, കണക്കിൽ വളരെയധികം വിശാരദനായിരുന്നു, പക്ഷേ ഇംഗ്ലീഷിൽ പരാജയപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കനിഗൽ പറയുന്നത് ഇദ്ദേഹത്തിന് നാമഗിരി എന്ന് പറഞ്ഞൊരു ദേവി, ലക്ഷ്മി ദേവിയുടെ ഒരു പ്രതീകമായ ദേവി വന്ന് എന്നും ഓരോ എക്വേഷൻസ് പറഞ്ഞു കൊടുക്കുകയും അത് ബുക്കിൽ എഴുതുകയും ചെയ്യുന്നു എന്നാണ് ശ്രീനിവാസ രാമാനുജൻ തൻ്റെ പ്രതിഭയെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ പഠിച്ച കാലത്ത് ഞാൻ വിചാരിച്ചത് ഇതെല്ലാം ഒരു അപസ്മാരത്തിൻ്റെ ലക്ഷണമല്ലേ എന്നാണ്. കാരണം എപ്പിലെപ്സി ഉള്ളവർക്കും ഇങ്ങനെയുള്ള റെവലേഷൻസ് വരുന്നു, അവർ പലതും എഴുതുന്നു, പറയുന്നു, അത് മറ്റുള്ളവർക്ക് നോബിൾ തോട്ട്സ് ആയിട്ട് മാറുന്നു. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ 3 കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് സ്വപ്നങ്ങൾ, രണ്ടാമതായിട്ട് ഇതുപോലുള്ള ദർശനങ്ങൾ, മൂന്നാമതായിട്ട് നമുക്ക് കിട്ടുന്ന ചില അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ചിലർ പോകും. ആ അവസരത്തിൽ അവർക്ക് കിട്ടുന്ന അറിവുകളും നിർദ്ദേശങ്ങളും, ഇത് 3മാണ് നമ്മൾ ഒരു അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പുരാണ ഗ്രന്ഥങ്ങളെടുത്താലും മതഗ്രന്ഥങ്ങളെടുത്താലും എല്ലാം പല നിർദ്ദേശങ്ങളും അറിവുകളും വരുന്ന സ്വപ്നങ്ങളിൽ കൂടെയാണ്. ഇതുപോലെ ദർശനങ്ങൾ വരുന്നു. അതുപോലെ ചിലർ ഒരു പഠിത്തവും ഇല്ലാത്ത ഒരാൾ പെട്ടെന്നൊരു അതീന്ദ്രിയ അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു പഠിത്തമില്ലാത്ത ഒരാൾ വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ അറിവുള്ള ആളെ പോലെ സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉത്തരം ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷേ നമ്മുടെ ബ്രെയിനിൻ്റെ ടെമ്പറൽ ലോബ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്താണ് ഇങ്ങനത്തെ അറിവുകളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപസ്മാരം എന്ന് പറയുന്നത് കോശങ്ങളുടെ ഒരു കൂടുതലായിട്ടുള്ള പ്രവർത്തനമാണ്, ഹൈപ്പർ എക്സൈറ്റബിലിറ്റിയാണ്. അപ്പോൾ അപസ്മാരം വരുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഇതുപോലുള്ള ഒരു അതീന്ദ്രിയ അവസ്ഥയിലേക്ക് അവർ പോകുന്നു. അപ്പോൾ ഒരു സൂപ്പർ നോർമൽസി, ഒരു അമാനുഷികത്വം അവർ കൈവരുന്നു. അങ്ങനെ അവർ ദ ഡിസ്കോഴ്സസ് വിച്ച് ദേ മേക്ക് when they transcend to a different height is totally different from what they have learned or what their educational status sort of depicts. അപ്പോൾ അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതായത് ഒരു കോംപ്ലക്സ് പാർഷ്യൽ സീഷർ എന്ന് പറഞ്ഞൊരു പ്രത്യേക അപസ്മാരം ഉള്ള ചിലർക്ക് അതൊരു സൂപ്പർ നോർമൽസിയിലേക്ക് ചിലപ്പോൾ പോകുന്നു. അങ്ങനെ ആയിരിക്കും ഇങ്ങനത്തെ നിർദ്ദേശങ്ങളും അറിവുകളും വരുന്നത്. അത് എവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രപഞ്ച ബോധത്തിൽ നിന്നാണ് വരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും സംസാരിക്കുന്നതായിരിക്കും. എനിക്കൊരു കാര്യം ഇവിടെ പ്രതികരിക്കാതിരിക്കാൻ വയ്യ. പല ആൾ ദൈവങ്ങളും പല ദാർശനികതയോടെ സംസാരിക്കുന്നു. ഇതെല്ലാം ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ഓഫ് എപ്പിലെപ്സി ആണോ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെ സമൂഹം ചിലപ്പോൾ കല്ലെറിഞ്ഞു കൊല്ലും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അടുത്ത ചോദ്യം സാറിന് തന്നെയാണ്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, ഇതിലെന്താണ് വ്യത്യാസം? ഇത് ഞാനും ഈശ്വറും ഇന്ന് നടത്തുന്ന ചർച്ചയിൽ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ആണ് ഇതിൻ്റെ ഉത്തരം. കാരണം നമ്മൾ ഡാനിയൽ കനേമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, തിങ്കിങ് ഫാസ്റ്റ് സ്ലോ എന്ന് പറഞ്ഞിട്ട്. അതിലൊരു ഡുവൽ തിയറി ഓഫ് ബ്രെയിൻ ഫങ്ഷനിങ് ഉണ്ട്. അതായത് നമ്മുടെ തലച്ചോറ് 2 ധാരകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് നമ്മുടെ ബോധ മനസ്സ്, 2 നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അന്തർജ്ഞാനം അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ. അപ്പോൾ ബോധ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം. അത് യുക്തിസഹമാണ്, ലോജിക്കലാണ്. പക്ഷേ നേരെ മറിച്ച് ഉപബോധ മനസ്സ് അല്ലെന്നുണ്ടെങ്കിൽ അന്തർജ്ഞാനം ഒരു ബ്ലാക്ക് ബോക്സാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കി കാണാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു എയർപ്ലെയിൻ പറത്തുമ്പോഴത്തേക്ക് ഒരു മാനുവൽ പൈലറ്റ് മോഡും ഉണ്ട്, ഒരു ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡും ഉണ്ട്. ആ മാനുവൽ പൈലറ്റ് മോഡാണ് ബോധ മനസ്സ്, ഒരു ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡാണ് നമ്മുടെ ഉപബോധ മനസ്സ്. നമ്മൾക്ക് ഏറ്റവും അതിശയകരമായിട്ട് തോന്നുന്നത് 80% സമയം നമ്മൾ പ്രവർത്തിക്കുന്നത് ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡിലാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, എൻ്റെ ആംഗ്യ ഭാഷ, ഇതെല്ലാം വരുന്നത് നമ്മുടെ ഇൻറ്റ്യൂറ്റീവ് മൈൻഡിൽ നിന്നാണ്.
അപ്പോൾ ആ ഇൻറ്റ്യൂറ്റീവ് മൈൻഡിനെ കുറിച്ച് ഉള്ള ബോധം അല്ലെങ്കിൽ അറിവ് വളരെ വിരളമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ ഇൻറ്റ്യൂറ്റീവ് മൈൻഡിലാണ് നമ്മുടെ ലൈഫ് വാല്യൂസ്, ജീവിത മൂല്യങ്ങൾ ഇടുന്നത്. അതാരാണ് ഇടുന്നത്? നമ്മുടെ മാതാപിതാക്കളും പ്രൈമറി സ്കൂൾ അധ്യാപകരും. ഒരിക്കൽ ഡോക്ടർ അബ്ദുൽ കലാം മെഡിക്കൽ കോളേജിൽ വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കുട്ടികളുമായിട്ട് ഇങ്ങനെ സംവേദിക്കുന്ന വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, സർ വാട്ട് ഈസ് യുവർ സൊല്യൂഷൻ ഫോർ ഓൾ ദീസ് കലാമിറ്റീസ് ആൻഡ് ടെററിസം ഹാപ്പനിങ് ഇൻ ദ വേൾഡ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം വളരെ ലളിതവും പക്ഷേ വളരെ പ്രൗഢവുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യു കോൺസെൻട്രേറ്റ് ഓൺ ദ പേരൻസ് ആൻഡ് ദ പ്രൈമറി സ്കൂൾ ടീച്ചർ. അപ്പോൾ അവരാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ ജീവിത മൂല്യങ്ങൾ ഇടുന്നത്. അപ്പോൾ അത് നമ്മുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആ സമയം തൊട്ട് തുടങ്ങണം. അമ്മയുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുക, പിന്നെ നല്ല സംഗീതം കേൾപ്പിക്കുക, നല്ല കാഴ്ചകൾ കാണിക്കുക, ഇതെല്ലാം കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻറ്റ്യൂറ്റീവ് മൈൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും കുട്ടികൾ എൻ്റെ കീഴിൽ ചെയ്യുന്ന PhD കാര്യം എല്ലാം ചെയ്യുന്നത് ഈ ഇൻറ്റ്യൂറ്റീവ് മൈൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഇത് കൂടാതെ എയിൻസ്റ്റൈൻ്റെ ഒരു കോട്ടോട് കൂടി ഞാൻ ഈ ഉത്തരം അവസാനിപ്പിക്കുകയാണ്. എയിൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ഇൻറ്റ്യൂറ്റീവ് മൈൻഡ് ഈസ് എ സേക്രഡ് ഗിഫ്റ്റ്, ബട്ട് ദ കോൺഷ്യസ് മൈൻഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. ബട്ട് വി ഹാവ് ക്രിയേറ്റഡ് എ സൊസൈറ്റി ദാറ്റ് റെസ്പെക്ട്സ് ദ സെർവൻറ്റ് ബട്ട് നെഗ്ലക്ട്സ് ദി സേക്രഡ് ഗിഫ്റ്റ്. ദിവ്യമായിട്ടോ പവിത്രമായിട്ടുള്ള ഒരു സമ്മാനത്തിനെ തട്ടി മാറ്റിയിട്ട് നമ്മൾ ഒരു വിശ്വസ്ത സേവകൻ്റെ പുറകെ പോവുകയാണ്. അപ്പോൾ ഇൻറ്റ്യൂറ്റീവ് മൈൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇൻറ്റ്യൂറ്റീവ് മൈൻഡിനെ കുറിച്ച് ആൾക്കാരിലെ അറിവ് വർദ്ധിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്രധാന സന്ദേശം. ഓക്കെ സാർ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ഞങ്ങൾക്ക് തന്നിട്ടുള്ള മാൻഡേറ്റ് ഇസ് അബൌട്ട് ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി. ഇപ്പോൾ ഒരു 5 വർഷത്തിന് മുമ്പ് ഹിന്ദു ന്യൂസ് പേപ്പറിൽ സ്പീക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറഞ്ഞ് ഡോക്ടർ ബാലസുബ്രഹ്മണ്യം എന്ന ശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് ഞാനിത് പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാം തലച്ചോറിനുള്ളിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറുണ്ട്. ഈ ഹിപ്പോ ക്യാമ്പസ് ആണ് ഓർമ്മയുടെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്നത്. ഹിപ്പോ ക്യാമ്പസ് മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളും ഈ മെമ്മറി സപ്പോർട്ട് ചെയ്യുന്ന സോൺസാണ്. അപ്പോൾ ഈ ഹിപ്പോ ക്യാമ്പസിൽ കണ്ടുവരുന്നത് വെച്ചാൽ, ഹിപ്പോ ക്യാമ്പസിൻ്റെ വലിപ്പം അനുസരിച്ച് ഓർമ്മ കൂടുതലായിരിക്കും എന്നാണ് ഫങ്ഷണൽ MRI. അതായത് MRI നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ MRI എടുക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ MRI എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു MRI ആണ് ഫങ്ഷണൽ MRI. അതിലായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹിപ്പോ ക്യാമ്പസ് വളരെ തടിച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളൊരു പരീക്ഷണം നടന്നു. അതിൽ ആദ്യമായിട്ട് ഹിപ്പോ ക്യാമ്പസ് തടിച്ചിരിക്കുന്നത് ആൽപ്സ് പർവ്വതനിരകളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സന്യാസിമാർക്കാണ്. അവരിങ്ങനെ ബൈബിളിലെയും ഹിസ്റ്ററിയിലെയും ഏൻഷ്യൻ ഹിസ്റ്ററിയിലെയും എല്ലാം കാര്യങ്ങൾ പഠിച്ച് വീണ്ടും അത് ഉരുവിട്ട് അവരുടെ ഹിപ്പോ ക്യാമ്പസ് വലിപ്പം കൂടിയതാകും. രണ്ടാമത്തെ വലിപ്പം കൂടിയ ഹിപ്പോ ക്യാമ്പസ് ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത് സംസ്കൃത പണ്ഡിതർ, അതായത് സംസ്കൃത ശ്ലോകങ്ങൾ ഉരുവിട്ട് പഠിക്കുന്നു. അവരുടെ MRI എടുക്കുമ്പോൾ അവരുടെ ഹിപ്പോ ക്യാമ്പസ് വളരെ വലിപ്പമേറിയതാണ് എന്ന് പറയുന്നു. മൂന്നാമതായിട്ടുള്ളവരാണ് ഏറ്റവും സർപ്രൈസിങ് ഇൻക്ലൂഷൻ ഇൻ ദിസ് ഗ്രൂപ്പ്, ലണ്ടനിലെ ടാക്സി ഡ്രൈവർമാർ. ലണ്ടനിലെ ടാക്സി ഡ്രൈവർമാർക്ക് ഗൂഗിൾ മാപ്സ് വെച്ചല്ല ലൈസൻസ് കിട്ടുന്നത്. അവർ ലണ്ടനിലെ എല്ലാ ഊടുവഴികളും കാണാപ്പാടമായി മനപ്പാടമായി ആക്കിയാൽ മാത്രമേ അവർക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവർക്കെല്ലാം ഹിപ്പോ ക്യാമ്പസ് വലിപ്പം കൂടിയതാകും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഓർമ്മയിലുള്ള നമ്മുടെ ആശ്രയം കുറഞ്ഞു വരികയാണ്. കാരണം ഡിജിറ്റൽ ഡിവൈസസ്, മൊബൈലായാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഓർമ്മയിലുള്ള ആശ്രയം കുറഞ്ഞു വരുന്നു. സർ, ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈശ്വർ പറഞ്ഞ വളരെ ശരിയാണ്. അതായത് നമ്മുടെ ഓർമ്മയുടെ പല ഭാഗങ്ങളും പുറമേ നിന്നുള്ള ഗാഡ്ജറ്റ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. മൊബൈൽ ഫോണ്, ടാബ്ലറ്റ്സ്, ലാപ്ടോപ്പ്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഗുണന പട്ടിക, NGOD എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിനിന് വലിയ പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണ്. ആരോട് ചോദിച്ചാലും അവർ പറയും, അയ്യോ എനിക്ക് മറവി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നിവൃത്തിയില്ല എന്നായിരിക്കും എല്ലാവരുടെയും ഉത്തരം. അതുകൂടാതെ ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മറവി രോഗങ്ങൾ കൂടി വരാനാണ് സാധ്യത. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പം
ഓർമ്മയെ ഞാനിപ്പോൾ കാണുന്നത് മറവി രോഗങ്ങളെക്കാട്ടിലും പ്രാധാന്യം കൊടുക്കേണ്ടത് ഓർമ്മ ഒരു ജീവിതശൈലി രോഗമായിട്ട് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊന്ന് നമ്മൾ എക്സസൈസ്, ക്രമമായിട്ടുള്ള വ്യായാമം, പഠനങ്ങൾ കാണിച്ചിരിക്കുന്ന ക്രമമായിട്ടുള്ള വ്യായാമം കൊണ്ട് നമ്മുടെ ഓർമ്മശക്തി കൂടുന്നുള്ളതാണ്. 2 ആഹാരക്രമം, ഡയറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ജങ്ക് ഫുഡ് കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ നിറമുള്ള പച്ചക്കറികൾ, കളേർഡ് വെജിറ്റബിൾസ്, അപ്പോൾ ആപ്പിള്, പിന്നെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പിന്നെ ചില മത്സ്യങ്ങൾ, മത്തി, ട്യൂണ, പിന്നെ അതുകൂടാതെ ഗ്രീൻ ടീ വിത്ത് ലൈം, പിന്നെ ബ്രഹ്മി. ഇപ്പോൾ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് അത് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ റിട്ടൻഷൻ ഓഫ് മെമ്മറി, ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ്. പിന്നെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആഹാരക്രമത്തിൽ. പിന്നെ സ്ലീപ്പ് ഹൈജീൻ, അതായത് ശരിയായിട്ടുള്ള ഉറക്കത്തിന് എല്ലാവർക്കും ഒരു താളമുണ്ട്. നമ്മുടെ ആ താളത്തിൽ വ്യതിചലിക്കാതെ അതിൽ തന്നെ മുമ്പോട്ട് പോവുക. കാരണം ഉറക്കത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒരു REM സ്ലീപ്പ്, റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പും ഒരു നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പും. ആ REM സ്ലീപ്പിലാണ് മെമ്മറി കൺസോളിഡേഷൻ സംഭവിക്കുന്നത്. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് കുറേ ഫയലൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞ് വച്ചിട്ട് പിന്നെ നമ്മളിരുന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ് ബ്രെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് പകൽ സമയത്ത് കിട്ടുന്ന അറിവുകളെല്ലാം അത് ബ്രെയിനിൻ്റെ പല ഭാഗത്തായിട്ട് അത് കൊണ്ടുവയ്ക്കും. അതിനുശേഷം രാത്രിയിൽ REM സ്ലീപ്പിൽ അത് തിരിച്ചു വിളിക്കും. ഹിപ്പോകാമ്പസ് എന്ന് പറഞ്ഞാൽ ഈശ്വർ പറഞ്ഞ ഭാഗം, ഹിപ്പോകാമ്പസിനെ തിരിച്ചു വിളിച്ചിട്ട് അതിനൊരു അഡ്രസ്സ് കൊടുക്കും, ഇത് തിരിച്ചു വിടും. പിന്നെ ഭാഗികമായിട്ടുള്ള എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിയാൽ നമുക്കത് മുഴുവൻ ഓർമ്മ വരും. അതുകൊണ്ട് സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ ഇപ്പം പറയുന്നില്ല, പക്ഷേ ഏറ്റവും പ്രാധാന്യമുള്ള ഒരെണ്ണം സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈശ്വറിൻ്റെ ഒരു ഇൻട്രഡക്ഷനോട് കൂടി സംസാരിക്കാനാണ് എനിക്കിഷ്ടം. സ്ട്രെസ്സ് ഡോക്ടർമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങി തരുന്ന ഒരു ഫിനോമിനൻ, ഒരു പ്രക്രിയ ആണ് സ്ട്രെസ്സ്. നമ്മുടെ ഈ സ്ട്രെസ്സ് എന്ന് പറയുന്നത് നാഡീവ്യൂഹവുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? നമ്മളൊരു ഗുഹാ മനുഷ്യനെ കാണുകയാണെങ്കിൽ ആ ഗുഹാ മനുഷ്യൻ ഹീസ് ഫൈറ്റിംഗ് വിത്ത് ദ എലമെൻറ്റ്സ് എവറി ഡേ. അപ്പോൾ അയാളിങ്ങനെ വഴിയിൽ കൂടെ ആഹാരം ശേഖരിക്കാനായി നടന്നു പോകുമ്പോൾ ഒരു സിംഹത്തെ കാണുന്നു. ആ സിംഹത്തെ കാണുമ്പോൾ 2 വിധത്തിലാണ് അയാൾക്ക് പ്രതികരിക്കാൻ സാധിക്കുക. ഒന്ന്, ഫ്ലീ, അതായത് അവിടെ നിന്ന് പലായനം ചെയ്യുക. 2, പ്രതികരിക്കുക, ഫൈറ്റ്. ഈ 2 ഘട്ടത്തിലും നമുക്ക് വേണ്ട ഒരു ഹോർമോൺ എന്ന് പറയുന്നതാണ് അഡ്രിനാലിൻ. അപ്പോഴേക്കും നമുക്കൊരു സ്ട്രെസ്, അതായത് ഇങ്ങനെ ഒരു നമ്മുടെ ജീവനെ അപകടമുണ്ടാക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, ഘട്ടം വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്നും ഒരു സന്ദേശം വരികയും നമുക്കൊരു അഡ്രിനാലിൻ എന്നുള്ളൊരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ അഡ്രിനാലിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നു, നമ്മുടെ പേശികളെല്ലാം അതായത് ഒരു ഫൈറ്റിനായിട്ടോ അല്ലെങ്കിൽ ഒരു പാലായനത്തിനായിട്ടോ തയ്യാറെടുപ്പിക്കുന്നു, നമ്മുടെ കണ്ണുകളെ ഡയലേറ്റ് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോസ് ഫാറ്റ് റിസർവ്സിൽ നിന്നും എടുക്കുന്നു. അങ്ങനെ ഒരു ഫൈറ്റിനും ഒരു ഫ്ലൈറ്റ്, ഒരു പാലായനത്തിനോ പ്രതികരിക്കാനോ ഉള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. ഇത് ഗുഹാ മനുഷ്യൻ്റെ അവസ്ഥ. എന്നാൽ ഇന്ന് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, അതായത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് എന്നെ പറ്റിച്ച്, എന്നെ കബളിപ്പിച്ച് ഒരു പ്രൊമോഷൻ നേരത്തെ കിട്ടി. അയാളെ കാണുമ്പോഴെല്ലാം എൻ്റെ ശരീരത്തിനുള്ളിൽ അഡ്രിനാലിൻ സെക്രീറ്റ് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ അഡ്രിനാലിനോടൊപ്പം എൻ്റെ ബ്ലഡ് പ്രഷർ കൂടുന്നു, എൻ്റെ രക്തക്കുഴൽ പൊട്ടാനുള്ള സാധ്യത കൂടുന്നു, എൻ്റെ വൃക്കകളും എൻ്റെ മറ്റു അവയവങ്ങളും ഹൃദയമടക്കമുള്ള കാര്യങ്ങൾ തകരാറിലാവുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റ് റിസർവ്സ്, അതായത് എനർജി ആവശ്യങ്ങൾക്കായിട്ട് ഫാറ്റ് റിസർവ്സ് മൊബിലൈസ് ചെയ്യുന്നു. ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഒരു ഗുഹാ മനുഷ്യൻ യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ പലായനം ചെയ്യാനോ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓഫീസിലിരിക്കുന്ന ആൾ ഉള്ളിൽ വെച്ച് ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ്. പക്ഷേ ഇതിനേക്കാളും മോശമായ ഒരു കാര്യമാണ് ക്രോണിക് സ്ട്രെസ്. സാർ, അതിനെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കാം. ഈ അക്യൂട്ട് സ്ട്രെസ്സ് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു പരീക്ഷയ്ക്ക് പോവുകയാണ്, അതിന് പഠിക്കുകയാണ്, തലേ ദിവസം കുറച്ച് സ്ട്രെസ് ആവശ്യമാണ്. പക്ഷേ അതുകൂടാതെ ഒരു ക്രോണിക് സ്ട്രെസ് ഉണ്ട്. ക്രോണിക് സ്ട്രെസ്സിൻ്റെ വേറൊരു പേര് സൈലൻറ്റ് കില്ലർ എന്നാണ്. നിശബ്ദനായ കൊലയാളി എന്നാണ് സൈലൻറ്റ് സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഒരു 99% ആൾക്കാർക്കും ക്രോണിക് സ്ട്രെസ് ഉണ്ട്. പക്ഷേ നമ്മളത് അറിയുന്നില്ല. ക്രോണിക് സ്ട്രെസ് ഉള്ളപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനാലിൻ അല്ല, നേരെ മറിച്ച്
കോർട്ടിക്കോസ്റ്റീറോയിഡ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൊഴുപ്പ് പല രീതിയിൽ പോയി അടിയുന്നു. ഉദാഹരണത്തിന് കുടവയറ്, പിന്നെ ഇവിടെ ഒരു കൊഴുപ്പിൻ്റെ കട്ടി വരിക, അതുകൂടാതെ ശരീരത്തിലെ ദഹന പ്രക്രിയ, മസിൽസ് എന്ന് വേണ്ട എല്ലാ സിസ്റ്റത്തിനെയും ഈ ക്രോണിക് സ്ട്രെസ് ബാധിക്കുന്നു. എന്ന് മാത്രമല്ല ചെന്ന് അത് ജീനിൻ്റെ റിപ്പയർ പ്രോസസ്സിനെ വരെ അത് താറുമാറാക്കുന്നു ക്രോണിക് സ്ട്രെസ്സ്. അപ്പോൾ ക്രോണിക് സ്ട്രെസ്സ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിപ്പോകുന്നത് മാനസിക പിരിമുറുക്കം, മാനസിക സമ്മർദ്ദം. പക്ഷെ അതുകൂടാതെ നമുക്ക് കെമിക്കൽ സ്ട്രെസ്സുണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് വരുന്ന സ്ട്രെസ്സ്. പിന്നെ ഫിസിക്കൽ സ്ട്രെസ്സ്, നമ്മൾ ഇരിക്കുന്ന രീതി, നമ്മൾ മൗസ് ഉപയോഗിക്കുന്ന രീതി, കമ്പ്യൂട്ടറിൽ നിന്ന് എത്ര ദൂരമാണ് നമ്മൾ ഇരിക്കുന്നത്, ഇതെല്ലാം വെച്ചിട്ട് എർഗണോമിക്സ് എന്ന് പറഞ്ഞൊരു സയൻസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് എല്ലാം വൈകുന്നേരം വീട്ടിൽ പോകുമ്പം അവിടെ വേദന, ഇവിടെ വേദന, മസിൽ പെയിൻ, ഇതിൻ്റെയൊക്കെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ക്രോണിക് സ്ട്രെസ്സ് നമ്മൾ കണ്ടുപിടിക്കാതെ പോകുന്ന ഒരു കൊലയാളി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ തന്നെ ഇങ്ങനെ വയറൊക്കെ ഉള്ളിലോട്ട് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴ് നമ്മളെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ബോഡി വെയിറ്റ് ആയിരുന്നു, നിങ്ങൾ വണ്ണം കുറയ്ക്കണം, വണ്ണം കൂടിപ്പോയെന്ന്. ഇപ്പോഴതല്ല പറയുന്നത്, ടേപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ടേപ്പ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ വെയിങ് മെഷീൻ. നിങ്ങളുടെ വയറിൻ്റെ ചുറ്റളവാണ് കൂടുതൽ ശല്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രോണിക് സ്ട്രെസ്സിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നാണ് ഈശ്വരനോട് എനിക്ക് ഇപ്പോൾ പറയാനുള്ള ഉത്തരം. താങ്ക് യു സർ. നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്താണ് തേടുന്നത് എന്ന് ചോദിച്ചാൽ ആനന്ദം, അതായത് ആനന്ദം. പക്ഷെ ആനന്ദത്തിലുപരി ഒരു പരമാനന്ദവും കൂടി ഉണ്ട്, മനസ്സിലായോ? ഞാനൊരു ഡ്രഗ് അഡിക്റ്റ് ആയ എൻ്റെ പേഷ്യൻറ്റിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ മെറ്റാംഫെറ്റമിൻ കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, ഞാൻ പരമാനന്ദത്തെ തേടി പോവുകയാണ്. സർ, ഈ ആനന്ദവും പരമാനന്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിലൂടെ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതിനു മുമ്പ് ഞാൻ ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചെങ്കിലും ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല, അത് വിട്ടുപോയി. അതായത് അതിന് വേണ്ടിയിട്ടാണ് യോഗ, ധ്യാനം, യോഗ ആൻഡ് മെഡിറ്റേഷൻ, ശ്വസനക്രിയകൾ. ഇപ്പോൾ പഠനങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പല പഠനങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ കാണുന്നത് ഈ യോഗയ്ക്കും ഈ ധ്യാനത്തിനും ശ്വസനക്രിയ എല്ലാം സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള കഴിവുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി, അങ്ങനത്തെ ചില ഹോർമോൺസിൻ്റെ എസ്റ്റിമേഷൻ, അതൊക്കെ വെച്ച് നമുക്ക് ദിസ് ഈസ് എവിഡൻസ് ബേസ്ഡ്, തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ ആനന്ദം, പരമാനന്ദം, അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം നൈമിഷികമായിട്ട് നമ്മളൊരു പരമാനന്ദത്തിൽ പലപ്പോഴും എത്തിപ്പറ്റാറുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മളൊരു നല്ലൊരു കാറ് വാങ്ങിച്ചു, അതുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിലെത്തും. കുറച്ച് നേരത്തേക്ക് മാത്രമാണ്, പിന്നെ തിരിച്ച് പഴയ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വരും. പക്ഷേ നിതാന്തമായിട്ട് ആ ഒരു പരമാനന്ദത്തിൽ എങ്ങനെ ഇരിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഉത്തരം അതൊരു എന്താ പറയുന്ന ഒരു ഫുഡ് പാക്കേജ് ഒന്നും പോലെ കിട്ടുന്ന ഒരു കാര്യമല്ല. എൻ്റെ അടുത്ത് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് പരമാനന്ദം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന്. ഞാനും നിങ്ങളെ പോലെ തന്നെയാണ്, നൈമിഷികമായിട്ടുള്ള പരമാനന്ദം മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുമായിട്ട് വളരെയധികം ഇടപഴകാനുള്ള ഒരു സാധ്യത എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ജിൽ ബോൾ ടൈലർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഒരു ടെഡ് ടോക്കാണ്. അപ്പോൾ അവർ ഒരു അനാറ്റമിസ്റ്റായിരുന്നു, ന്യൂറോ അനാറ്റമിസ്റ്റായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ഇടത്തെ അർദ്ധഗോളത്തിൽ, ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ അവർക്കൊരു ഹെമറേജ് വന്നു. ഹെമറേജ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് സംഭവിച്ചത്, ഈ ഇടത്തെ ഹെമിസ്ഫിയറാണ് നമ്മളെ വളരെ അനലിറ്റിക്കലാണ്, ലോജിക്കലാണ്, ഭയങ്കര സർവൈവൽ കോൺഷ്യസ് ആണ്, അതിജീവനത്തിനൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഒരാളെ തള്ളി മാറ്റി മുമ്പോട്ട് പോകാനുള്ള ഇതൊക്കെ ഇടത്തെ അർദ്ധഗോളത്തിനാണ്. വലത്തെ അർദ്ധഗോളമാണെന്നുണ്ടെങ്കിൽ സത്യമുള്ളതാണ്, ഓണസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ കള്ളം പറഞ്ഞാലും നമ്മൾ വേർക്കുകയും നമ്മുടെ ഹാർട്ട് റേറ്റും ബി ഒക്കെ കൂടുന്നത്. അതുകൂടാതെ നമ്മുടെ അന്തർജ്ഞാനം ഇരിക്കുന്നത് വലത്ത് വശമാണ്. സർഗവാസന, ക്രിയേറ്റിവിറ്റി എല്ലാം റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഇവർക്ക് ഈ ഇടത്തെ അർദ്ധഗോളത്തിൽ ഈ ബ്രെയിൻ ഹെമറേജ് വന്നപ്പോഴത്തേക്കും ഈ ഇടത്തെ അർദ്ധഗോളത്തിൻ്റെ കോലാഹലങ്ങളൊക്കെ അങ്ങ് നിന്നു. അതിന് പകരം അവരുടെ
അവർക്ക് ഒരു ഏകത്വത്തിലോട്ടും പരമമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിലോട്ടും പ്രപഞ്ചബോധത്തിലോട്ടും അവരുടെ പാത തുറന്നു കിട്ടിയെന്നാണ്. അപ്പോൾ അവരുടെ പ്രാരാബ്ധ ചുമടുകളെല്ലാം അവർ മറന്നു, അതെല്ലാം എവിടെയോ പോയി മറഞ്ഞു. അതാണ് ആ പരമാനന്ദത്തിൻ്റെ ആ ഒരു ആഹ്ലാദത്തിൻ്റെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രപഞ്ചബോധത്തിനോട് നമ്മൾ ആ പാത തുറന്ന് നമ്മൾ അതിലോട്ട് പ്രവേശിക്കുക, അതാണ് പരമാനന്ദം. നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഓഡിയൻസിലുള്ളവർക്ക് കുറേ ചോദ്യങ്ങളുണ്ട് എന്നൊരു സന്ദേശം എനിക്ക് കിട്ടുകയുണ്ടായി. ഒരു 5 മിനിറ്റ് ചോദ്യങ്ങൾക്കായിട്ട് അനുവദിച്ചുകൊണ്ട് നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു ഡോക്ടേഴ്സ്, താങ്ക് യു. മൈ നെയിം ഇസ് രാജീവ് ജോസഫ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. പ്രത്യേകിച്ച് പക്ഷേ ഈ ടോപ്പിക്കിനകത്ത് ആത്മാവ് എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. സമയം ഇല്ലാഞ്ഞുണ്ട് അല്ലേ? അപ്പം ഞാനന്ന് ആത്മാവിനെ കുറിച്ചായിരുന്നു. അപ്പോഴേക്ക് എനിക്കൊരു നോട്ട് കിട്ടി ഇല്ലെന്ന്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പോൾ ഇതൊരു ബ്രെയിൻ്റെ ഡെലിബറേഷൻ ആയിരിക്കും ആത്മാവ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നതാണോ ഈ ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ തിയോളജിയൻസ്? ഇത് ബ്രെയിൻ ഒന്ന് ഡെലിബറേറ്റ് ചെയ്ത ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഈ ആത്മാവ്. കാരണം നമ്മൾ മരിച്ചവരെല്ലാം ശരീരം അഴുകിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന് വേറൊരു അവസ്ഥ ഉണ്ടോ? അല്ലെങ്കിൽ ഇതെല്ലാം വെറും കാട്ടിക്കൂട്ടലാണല്ലോ? എല്ലാ റിലിജിയൻസ് എല്ലാം നമ്മളെ പറ്റിക്കുകയാണല്ലോ? നമ്മൾ ആത്മാവെന്നുള്ള ഒരു പേര് പറയുമ്പോഴത്തേക്കും നമ്മളത് കൂടുതലും ഒരു ആത്മീയതയിലോട്ട് പോവുകയാണ്. പക്ഷേ ഞാനതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രപഞ്ചബോധം, അല്ലെന്തെങ്കിലും ഒരു സ്വയം ബോധം. അത് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം സംഭവിച്ചത് ബിഗ് ബാങ്. ആ സമയത്ത് ആദ്യമായിട്ടുണ്ടായത് ആകാശമാണ്. ആകാശത്തിലോട്ടാണ് ഈ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ വന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ആകാശം തന്നെയാണ്. അപ്പോൾ ആ ആകാശമാണ് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആകാശത്തിലാണ് ഈ പ്രപഞ്ചബോധം. ആ ബോധത്തിൻ്റെ കുറച്ച് ഭാഗം വേലി കെട്ടിയാണ് നമ്മൾ നമ്മുടേതായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഒരു സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് രണ്ടും ശരിക്കും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ പ്രപഞ്ചബോധം, അതായത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയിൽ ആദ്യം നമ്മൾ ആകാശമാണ് ഉണ്ടായി എന്ന് പറയുന്നു എന്നുണ്ടെങ്കിലും അതിന് മുമ്പുണ്ടായിരിക്കുന്നത് അവെയർനെസ്സാണ്, ബോധം, കോൺഷ്യസ്നെസ്, ഓർ കളക്റ്റീവ് കോൺഷ്യസ്നെസ്, ഓർ എക്സ്റ്റെൻഡഡ് കോൺഷ്യസ്നെസ്, ഓർ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. അതിൽ നിന്നൊക്കെ കുറച്ച് ഭാഗം നമ്മളെടുത്തിട്ട് ഓരോരുത്തരുടേതായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ വളരെ ശരിയാണ്. അതായത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫിസിക്കൽ ബോഡി നമ്മൾ തിരിച്ച് പഞ്ചഭൂതങ്ങളായിട്ട് തിരിച്ച് കൊടുക്കുന്നു. നമ്മുടെ ഇമോഷണൽ ബോഡി എന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സഹനങ്ങൾ, ഇതെല്ലാം നമ്മൾ തിരിച്ച് ആകാശത്തിലോട്ട് തന്നെ കൊടുക്കുന്നു. അതാണ് മരണം. താങ്ക് യു രാജീവ്. ആ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കേണ്ടതായിരുന്നു, സമയക്കുറവ് മൂലം യു ആസ്ഡ്. യെസ് സർ. First, hearty congratulations to Dr. Anand and Dr. Ishwar for a brilliant dialogue. I'm sure all of us got educated here on many aspects of the mind. My question is about neural networks and the tremendous amount of technology research that's going on at the moment. People are able to, using big data, they're able to simulate the brain almost in its entire condition. Where do you think this research will lead to, and where will it converge with the actual person or the mind? Thank you, Varghese. It's a very good question. And ന്യൂറൽ നെറ്റ്വർക്ക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂറ്റീവ് മൈൻഡിൻ്റെ ഒരു ഇക്വലൻ്റ് ആണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. ന്യൂറൽ നെറ്റ്വർക്ക്സിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ തന്നെ ന്യൂറോണൽ നെറ്റ്വർക്ക് പോലെ തന്നെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് യു ഗീവ് ആൻ ഇൻപുട്ട് and there is an output, but we don't know what is happening in between. അപ്പോൾ ഇപ്പോഴുള്ള AI ഇതിലെല്ലാം വർക്ക് ചെയ്യുന്ന ന്യൂറൽ നെറ്റ്വർക്ക്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ ബ്ലാക്ക് ബോക്സിൽ കൂടെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ChatGPT എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അത് പലയിടത്തു നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. പക്ഷേ അതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉത്തരവില്ല. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്കിപ്പോൾ ടൈഫോയിഡിനെ കുറിച്ച് അറിയാം. ഞാൻ ടൈഫോയിഡിനെ കുറിച്ച് സ്കൂൾ കുട്ടികളോട് സംസാരിക്കുന്നു, നഴ്സസിനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നു. ഇത് മൂന്ന് രീതിയിലായിരിക്കും. പക്ഷേ ഇതെങ്ങനെ ഞാൻ ചെയ്യുന്നു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല.
അപ്പോൾ ഇതെല്ലാം ഈ ന്യൂറൽ നെറ്റ്വർക്ക്സും ഇൻറ്റ്യൂറ്റീവ് മൈൻഡും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ബ്ലാക്ക് ബോക്സിൽ കൂടെയാണ്. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, ആരോ ഒരാൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ് സൂപ്പർ നാച്ചുറൽ പവർ, അതായത് ഒരു സൂപ്പർ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ രാമാനുജനെ കുറിച്ച് പറഞ്ഞല്ലോ. രാമാനുജനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അതൊരു ഡിസോർഡറിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു സൂചന നൽകിയത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പൊതുബോധത്തിൽ നോർമൽ നിന്ന് മാറിയിട്ട് എല്ലാം തന്നെ ഒരു അബദ്ധമാണ് എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് സാറ് രണ്ട് കാര്യങ്ങൾ, കുറച്ചൊരു എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പം അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ കോട്ട് ചെയ്യേണ്ടി വന്നു. സാർ ഒരു പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീനെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷ ആളുകളും വിചാരിക്കും അത് സാറിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു തോന്നലാണ്, അത് അധികം നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ടതാണ്. ആദ്യത്തെ ചോദ്യം, നമ്മളൊരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സൂപ്പർ ഹ്യൂമൻ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ റിസർച്ച് നടത്തിയിട്ട് ഇതിലേക്ക് നമ്മൾ കൂടുതൽ ഇറങ്ങുകയും ഇനി ഉണ്ടാകുന്ന തലമുറയ്ക്ക് കുറച്ചും കൂടെ നമ്മളൊരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനേക്കാൾ ഉയർന്ന ബ്രെയിനിൻ്റെ ശേഷി ഉണ്ടാവുകയും ചെയ്യുന്ന പരീക്ഷണങ്ങൾ നടത്തേണ്ട അത്യാവശ്യമല്ല. അതിന് ഇത്തരത്തിലുള്ള ആളുകളുടെ ബ്രെയിന്, അവരുടെ ബിഹേവിയർ, അവരുടെ ബ്രെയിനിൻ്റെ നേച്ചർ, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ എത്താമെന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ഒന്നാമത്തത്. രണ്ടാമത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ഏകദേശം നമ്മൾ സ്വയം ചിന്തിച്ച് തുടങ്ങുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു പക്ഷേ വിത്തിൻ 5 or 10 years ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇത്തരം ആളുകൾക്ക് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാമെന്നും പരിണാമത്തിൽ ഇനി ജീവിക്കാൻ പോകുന്ന അത്തരം ആളുകളായിരിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. താങ്ക് യു. അല്ല, ഒരു സാർ ഞാനൊരു സെലക്ട് ചെയ്ത് സാധിച്ചാണ് ഒരു ഇങ്ങനെ ഒരു എവല്യൂഷൻ ഇത് അവസാനം ഒരു അൺബയോളജിക്കലായിട്ട് മാറാനുള്ള സാധ്യത മുന്നിൽ കാണണം. കാരണം വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശ്രീനിവാസ രാമാനുജം എന്നുള്ളൊരു വ്യക്തി ഒരു കുടുംബത്തിനോട് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്തില്ല. ശരിക്കും ആഹാരം പോലും കഴിക്കാതെ ട്യൂബർക്ലോസിസ് പിടിച്ച് മരിച്ചു. അങ്ങനെ ഒരു സൂപ്പർ ഹ്യൂമൻസിനെയാണോ വേണ്ടത്, അല്ല സമൂഹവുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന ആൾക്കാരെയാണോ വേണ്ടത്? ഇന്ന് നമ്മുടെ ഇടയ്ക്ക് ഈവൻ ചൈന അടക്കം വരുന്ന ഏറ്റവും വലിയ പ്രശ്നം സന്താന ഉൽപ്പത്തി കുറഞ്ഞു വരികയാണ്. ഈ സൂപ്പർ ഹ്യൂമൻസ് വരുമ്പോഴേക്കും മിക്കവാറും മനുഷ്യരാശി തന്നെ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വി ഡോണ്ട് വാണ്ട് സൂപ്പർ ഹ്യൂമൻസ്, വി വാണ്ട് നോർമൽ ഹ്യൂമൻസ്. എ ഫ്യൂ ഓഫ് ദം ക്യാൻ കം ഔട്ട് ആൻഡ് ഷോ ദ വേ വെൻ ഹ്യൂമാനിറ്റി ഈസ് ഇൻ ട്രബിൾ. സർ, ഒന്നാമതായിട്ട് ഞങ്ങളിത് എന്നെ ഒരു ഡിസോർഡറായിട്ടല്ല പറഞ്ഞത്. അതായത് ഈ ദർശനങ്ങളും ഈ സ്വപ്നങ്ങളും ഇതുപോലുള്ള അതീന്ദ്രിയാവസ്ഥയുമൊക്കെ അതിനുള്ള ഒരു വിശദീകരണം ഞങ്ങളുടെ കയ്യിലില്ല എന്നാണ് പറഞ്ഞത്. ആകെപ്പാട് ഒറ്റ ഒരെണ്ണത്തിന് മാത്രമേ നമുക്കൊരു വിശദീകരണമുള്ളൂ. അത് അതീന്ദ്രിയ സ്റ്റേറ്റിലോട്ട് പോകുന്ന ചിലപ്പോൾ കോംപ്ലക്സ് പാർഷ്യൽ സീഷൻ എന്നുള്ള ഇതാകാം എന്നുള്ളതാണ്. പിന്നെ ഈശ്വർ പറഞ്ഞാണ് അതിൻ്റെ ഉത്തരം. അതായത് നമ്മൾ സൂപ്പർ നോർമൽസിയിലോട്ട് പോകാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ ചെയ്യേണ്ട പല പ്രവർത്തനങ്ങളും ഇല്ലാതാവും. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് നമ്മൾ കമ്പീറ്റ് ചെയ്യല്ല വേണ്ട, വി ഷുഡ് കോംപ്ലിമെൻറ്റ്. അതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മളെ ഭരിക്കാൻ സമ്മതിക്കുകയല്ല വേണ്ടത്. വി ഷുഡ് കോംപ്ലിമെൻറ്റ് ദി AI മെത്തഡോളജി വിത്ത് ഹ്യൂമൻ. ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇപ്പോൾ ഒരു രോഗിയായിട്ടൊരു ഡോക്ടറുടെ ഒരു സംവേദനം, അദ്ദേഹത്തിൻ്റെ അപ്രോച്ച്, ഇതൊന്നും ഒരു AI സിസ്റ്റത്തിന് ഒരിക്കലും പറ്റില്ല. ഞാൻ AI കുറേ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, എക്സ്പെർട്ട് സിസ്റ്റത്തിലൊക്കെ. എപ്പിലെപ്സിയിലെ ഒരു എക്സ്പെർട്ട് സിസ്റ്റം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതിലെല്ലാം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇമോഷണൽ കമ്പോണൻ്റ് ഇല്ല, ഒരു ഹ്യൂമൻനെസ് ഇല്ല. ബട്ട് ഇറ്റ് വിൽ ബി വെരി ആക്യുറേറ്റ് ആൻഡ് വെരി ഫാസ്റ്റ്. പക്ഷെ അത് മാത്രം പോരല്ല. സാർ, ഈ ക്രോണിക് സ്ട്രെസ്സിൻ്റെ പോയിന്റ് പറഞ്ഞപ്പോൾ അല്ല പരമാനന്ദം എന്നുള്ളൊരു ഒരു ഇത് രണ്ടും കൂടി ഒരു മാച്ച് പോലെ തോന്നി. അപ്പോൾ യോഗയിലൊക്കെ ഈ പരമാനന്ദം, റിയലൈസേഷൻ എന്നൊക്കെ സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഫിസിക്കലി നമ്മൾ അതിനെ എങ്ങനെയാണ്, അതൊരു ന്യൂറോട്ടിക് ആ ഒരു ലാംഗ്വേജിൽ ഈ അതിനൊരു ഡെഫിനിഷൻ എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഫിസിക്കലായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റൈറ്റ് പെറൈറ്റൽ ലോബുണ്ട് ബ്രെയിനിൽ. അപ്പോൾ ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ദ ഗേറ്റ് ടു ദി യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. അപ്പോൾ അതിനെ നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ വളരെ ഒരു ഓവർ സിംപ്ലിഫിക്കേഷനാണ്, പക്ഷേ എന്നാലും മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്. അതിനെ നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ എപ്പോഴും ചെന്ന് അതിൻ്റെ ക്ലട്ടർ കൊണ്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കി ഒരൊറ്റ ബിന്ദുവിൽ നമ്മൾ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് അതിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനകത്ത് ഖലീൽ ജിബ്രാൻ്റെ ഒരു കവിതയുണ്ട്, അതായത് ഒരു നദിയുടെ ദുഃഖം. അത് നദി ഇങ്ങനെ ഒഴുകി വരുമ്പോഴത്തേക്കും എല്ലാം അതിൻ്റെ മനസ്സിൽ പേടിയാണ്, അയ്യോ ഞാൻ ഈ സമുദ്രത്തിൽ ചെന്ന് ചേരുമ്പോഴത്തേക്കും എന്താകുന്നു. പക്ഷെ അവസാനം അത് ചെന്ന് ചേരുമ്പോഴാണ് അതിന് മനസ്സിലാക്കുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഓഷൻ. ആ സമുദ്രത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഒരു നദിയുടെ ആ ഒരു ഒഴുകി വന്ന ആ വെള്ളം. അപ്പം അതുപോലെയാണ് നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ പ്രപഞ്ചബോധത്തിലൂടെ അല്ലെങ്കിൽ റിയലൈസേഷൻ. ഇപ്പോൾ ശ്രീബുദ്ധന് പല രീതിയിൽ പറയുന്നുണ്ട് ശ്രീബുദ്ധൻ്റെ എൻലൈറ്റ്മെൻ്റ് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഒരു ഭാഷണം എന്താണെന്ന് വെച്ചാൽ ശ്രീബുദ്ധൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആലിലകളിങ്ങനെ വെയിലത്ത് കിടന്ന് തത്തിക്കളിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ ആലിലകൾക്ക് എങ്ങനെ തത്തിക്കളിക്കണം എന്നുണ്ടെങ്കിൽ മണ്ണ് വേണം, ആകാശം വേണം, വെള്ളം വേണം, വായു വേണം. അപ്പം ഓരോ ജീവജാലവും ഒരു ഒറ്റപ്പെട്ട ദ്വീപല്ല, പക്ഷെ നമ്മളെല്ലാം അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആണ് അദ്ദേഹത്തിൻ്റെ റിയലൈസേഷൻ. ഇതൊക്കെ നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ അദ്ദേഹം ആ യാഥാർത്ഥ്യത്തിൽ ജീവിച്ചു. അതാണ് വ്യത്യാസം. അറിവും ബോധവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, പുകവലി ഹാനികരമാണ്, എല്ലായിടത്തും എഴുതി വച്ചിട്ടുണ്ട്. അറിവിന് കുറവൊന്നുമില്ല, പക്ഷേ ആ ഒരു ബോധം വന്നാൽ മാത്രമേ അത് നമ്മൾ ചെയ്യാതിരിക്കൂ. സ്ട്രക്ചറിനെ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഇത് അവസാനിക്കും. ഇത് നമ്മുടെ തലച്ചോറിനുള്ളിലെ ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന് പറഞ്ഞൊരു അവയവമുണ്ട്. അത് ഒരു റിവാർഡ് സെൻ്ററാണ്, നമ്മുടെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാം ഒരു ഡോപ്പമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയിലാണ് ജീവിക്കുന്നത്. അതായത് ഈ ന്യൂക്ലിയസ് അക്യുമെൻസിനെ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് മെറ്റാംഫെറ്റമിൻ അല്ലെങ്കിൽ കൊക്കെയിൻ. അതുപോലെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതായത് കൊക്കെയിൻ കഴിക്കുമ്പോൾ ന്യൂക്ലിയസ് അക്യുമെൻസ് സ്റ്റിമുലേറ്റ് ആവുന്നു, കൂടുതൽ കൊക്കെയിൻ കഴിക്കാനുള്ള ആഗ്രഹം വരുന്നു, അങ്ങനെ പോകുന്നു. രണ്ടാമതെന്ന് പറയുന്നത് മണി. ഇഫ് യു ഹാവ് മണി യു വാണ്ട് ടു ഹാവ് മേക്ക് മോർ മണി ആൻഡ് ബിക്കോസ് ദ ന്യൂക്ലിയസ് അക്യുമെൻസ് ഗെറ്റ് സാറ്റിസ്ഫൈഡ്. സോ ഇത് നെഗറ്റീവ് കൊണറ്റേഷൻ. പൈസ ഞാൻ നെഗറ്റീവായിട്ട് കാണുന്നില്ല, എന്നാലും only a rich man should say that how much that money is not everything in life. പക്ഷേ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോഴും ഈ ഫിലാന്ത്രോപ്പിക് വർക്ക് അത് ചെയ്യുമ്പോഴും ഈ ന്യൂക്ലിയസ് അക്യുമെൻസ് സ്റ്റിമുലേറ്റ് ആവുന്നു. അതുവഴി നമുക്കൊരു സന്തോഷം കിട്ടുന്നു. നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അവരെ സഹായിക്കുകയാണെന്നാണ്. അല്ല, നമ്മൾ സ്വയം സഹായിക്കുകയാണ് ബൈ ട്രിഗറിങ് ദ ന്യൂക്ലിയസ് അക്യുമെൻസ്. പിന്നെയുള്ളത് സ്പോർട്സ്, അതായത് ഒരു മാരത്തോൺ ഓടി തീർക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടും. പിന്നെ 200 മീറ്റർ ഓടാനുള്ള ശക്തി ന്യൂക്ലിയസ് അക്യുമെൻസ് തരും. മ്യൂസിക്, ആർട്ട്, ലിറ്ററേച്ചർ. സോ പ്ലീസ് pursue not just the existential woes but the other things also on the right side.